ലോ ഓഫ് ഏജൻസിയിൽ അടുത്തതായിട്ട് വരുന്നത് ക്രിയേഷൻ ഓഫ് ഏജൻസിയാണ്. അതായത് എങ്ങനെയാണ് ഒരു ഏജൻറ്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് ക്രിയേറ്റിംഗ് എൻ ഏജൻസി. നമുക്ക് നോക്കാം വൺ ബൈ വൺ ആയിട്ട്. ഫസ്റ്റ് വൺ, ഏജൻസി ബൈ എക്സ്പ്രസ് എഗ്രിമെൻറ്റ്. അതായത് എക്സ്പ്രസ് എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്കൊരു ഏജൻറ്റിനെ ഞാൻ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയും, അതായത് ബി ഈസ് മൈ ഏജൻറ്റ്, ഐ എം അപ്പോയിൻറ്റിങ് ബി ആസ് മൈ ഏജൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ ബൈ വേർഡ്സ് ഓഫ് മൗത്ത് ഓർ ബൈ എഗ്രിമെൻറ്റ് ഇൻ റൈറ്റിംഗ്. മനസ്സിലായല്ലോ. സോ ഹവർ ഇൻ സർട്ടൻ കേസസ് an executive deed for sale of purchase of land അല്ലെങ്കിൽ the agent must be appointed by executing a formal power of attorney on a stamped paper. ഇങ്ങനെ ചില സമയത്ത് നമ്മൾ ഏജൻസിന് വെക്കും, സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ഒക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ആ സമയത്ത് എങ്ങനെ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു പവർ ഓഫ് അറ്റോർണി, ഒരു സ്റ്റാമ്പ്ഡ് പേപ്പറിൽ ഇയാൾ പവർ ഓഫ് അറ്റോർണി ആണെന്ന് അയാളെ ഞാൻ അപ്പോയിൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള, അങ്ങനെ വേണം ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ മോഡ് ഏതാണെന്നാണ് പറയുന്നത്, ക്രിയേഷൻ ഓഫ് ഏജൻസിയിൽ ഏജൻസി ബൈ എക്സ്പ്രസ് എഗ്രിമെൻറ്റ്. അപ്പം നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ട് എക്സ്പ്രസ് കോൺട്രാക്റ്റ്, അങ്ങനെ കുറേ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട്. എക്സ്പ്രസ് എന്ന് പറയുന്നത് എപ്പോഴാണ്, ഒന്നുകിൽ ബൈ വേർഡ്സ് ഓർ സ്പോക്കൺ ഓർ റിട്ടൺ, അങ്ങനെ ചെയ്യുന്ന സമയത്താണ് അത് എക്സ്പ്രസ് ആവുന്നത്. അപ്പം വെൻ ആൻ ഏജൻറ്റ് ഇസ് അപ്പോയിൻറ്റഡ് ബൈ വേർഡ് സ്പോക്കൺ ഓർ റിട്ടൺ, ഇറ്റ് ഈസ് കോൾഡ് ഏജൻസി ബൈ എക്സ്പ്രസ് എഗ്രിമെൻറ്റ്. ഇതിന് ഒരു പ്രത്യേകിച്ച് ഫോമൊന്നുമില്ല. ദോ എ കോൺട്രാക്ട് ഓഫ് ഏജൻസി ക്യാൻ ബി ഓറൽ, യെറ്റ് ഇൻ സർട്ടൻ കേസസ് ദ ലോ റിക്വയേഴ്സ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ്. അതാണ് ഞാൻ പറഞ്ഞത് എക്സിക്യൂട്ട് ഡീഡൊക്കെ എഴുതുന്ന സമയത്തുള്ള എക്സാമ്പിൾ വെച്ചിട്ട്. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് ഏജൻസി ബൈ ഇംപ്ലിക്കേഷൻ. ഇംപ്ലോയിഡ് കോൺട്രാക്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുകിൽ ആക്ട് അല്ലെങ്കിൽ ബിഹേവിയറിനനുസരിച്ച് നമ്മളതൊരു കോൺട്രാക്റ്റ് ആയിട്ട് മാറപ്പെടുക ചെയ്യുന്നത്. അല്ലാണ്ട് അവിടെ ശരിക്കും ഒരു കോൺട്രാക്റ്റ് അവിടെ ഉണ്ടാക്കുന്നൊന്നുമില്ല, പക്ഷേ ഇറ്റ് ഇംപ്ലൈസ് എ കോൺട്രാക്ട് ബൈ ദ കോണ്ടാക്ട് ഓഫ് ദ പാർട്ടീസ്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഏജൻസി ബൈ ഇംപ്ലിക്കേഷനിൽ വരുന്നത്. അതായത് ഇംപ്ലൈഡ് ഏജൻസി അറൈസസ് വെൻ ദർ ഇസ് നോ എക്സ്പ്രസ് എഗ്രിമെൻറ്റ് അപ്പോയിൻറ്റിംഗ് എ പേഴ്സൺ ആസ് എൻ ഏജൻറ്റ്, ബട്ട് ഇൻസ്റ്റെഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഏജൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഫേർഡ് ഫ്രം ദ സർക്കംസ്റ്റൻസസ് ഓഫ് ദ കേസ് ഓർ ഫ്രം ദ കോണ്ടാക്ട് ഓഫ് ദ പാർട്ടീസ് ഓൺ എ പെർട്ടിക്കുലർ ഒക്കേഷൻ ഓർ ഫ്രം ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. ഓക്കെ, അപ്പം എങ്ങനെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ്, ഇംപ്ലിക്കേഷൻസ് ആണ്. അതായത് അതോറിറ്റി ടു ആക്ട് ആസ് എൻ ഏജൻറ്റ് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ദ നേച്ചർ ഓഫ് ദ ബിസിനസ് എന്നാണ് പറയുന്നത്. ഒരു രണ്ടാളുകൾ തമ്മിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, ഓണർ എപ്പോഴും വെക്കുന്നത് ഒരാളെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പം നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാം അയാൾ മറ്റേ ആൾ ആരാണ്, ഇയാളുടെ ഏജൻറ്റ് ആണെന്നുള്ളത്. ഇറ്റ് ഈസ് ഇംപ്ലൈഡ്. മനസ്സിലായല്ലോ. നേച്ചർ ഓഫ് ദ ബിസിനസ് ഓർ സർക്കംസ്റ്റൻസസ് ഓഫ് ദ കേസ് ഓർ ദ കോണ്ടാക്ട് ഓഫ് ദ പ്രിൻസിപ്പിൾ ഓർ ദ കോഴ്സ് ഓഫ് ഡീലിങ്സ് ബിറ്റ്വീൻ ദം. So thus if a person realizes rent and gives it to the landlord, he acts as an agent of the landlord. അതായത് നമ്മളിപ്പോൾ വാടക വീട്ടിൽ നിൽക്കുകയാണ്, എന്നും ഒരാൾ വന്നിട്ടാണ് നിങ്ങളെ, ഓണറല്ല വേറൊരാൾ വന്നിട്ടാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് റെൻറ്റ് കളക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും അത് ആ ഓണറുടെ ആരാണ് വരുന്നത്, ഏജൻ്റാണ്. അപ്പോൾ അവിടെ ഒരു പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇറ്റ് ഈസ് ഇംപ്ലൈഡ് ഫ്രം ദി സർക്കംസ്റ്റൻസസ് ഓഫ് ദി കേസ്. എല്ലാ മാസവും ഇയാൾ വരുന്നത് കാണുമ്പോൾ അയാൾ ഏജൻ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അയാൾക്ക് റെൻറ്റ് കൊടുക്കുന്നു. മനസ്സിലായില്ല. അപ്പം ചിലപ്പം ഏജൻസി എന്ന് പറയുന്നത് എങ്ങനെയാവാം എന്നാണ് പറയുന്നത്, ഏജൻസി ബൈ ഇംപ്ലിക്കേഷൻ ആവാം. ഇനി ഇംപ്ലിക്കേഷനിലുണ്ടല്ലോ ഏത് വിധത്തിൽ വേണമെങ്കിൽ വരാം. അതായത് ഏജൻസി ബൈ എസ്റ്റോപ്പലാവാം, ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്, ഏജൻസി ബൈ നെസസിറ്റി. ഓക്കെ, ഈ 3 തരത്തിലും ആവാം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എന്താണ് ഏജൻസി ഓഫ് എസ്റ്റോപ്പൽ എന്നുള്ളത് നോക്കാം ആദ്യം. നമ്മൾ മൈനർ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതായത് കോമ്പിറ്റൻസിയിലെ മൈനർ കേസിൽ നമ്മളൊരു എസ്റ്റോപ്പൽ, ദ ലോ ഓഫ് എസ്റ്റോപ്പൽ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്, അതായത് വെർ എ പേഴ്സൺ ഹാസ് ബൈ ഹിസ് വേർഡ്സ് ഓർ കോണ്ടക്ട് ലെഡ് അനദർ ടു ബിലീവ് ദാറ്റ് എ പെർട്ടിക്കുലർ ഫാക്ട് ഇസ് ട്രൂ,
ഹി കനോട്ട് ആഫ്റ്റർവേർഡ്സ് ബി പെർമിറ്റഡ് ടു ഡിനൈ ദാറ്റ് ഫാക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ഒരാൾ കുറേ ഇങ്ങനെ കാലങ്ങളായിട്ട് ഒരു കാര്യം ഇങ്ങനെ മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇപ്പം ഒരു ബി എന്ന് പറഞ്ഞ ഒരാൾ എൻ്റെ ഏജൻറ്റാണ്, നിങ്ങളെല്ലാം ഇയാൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞെങ്ങാണ്ട് വേറെയുള്ള ആളുകളെങ്ങനെ എന്താ പറയുക, അവർ അതിലങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ബി എൻ്റെ ഏജൻറ്റാണെന്നുള്ളത് അവരുടെയൊക്കെ മനസ്സിലുണ്ട്. ഒരു സുപ്രഭാതത്തിൽ നീറ്റ് എനിക്ക് പറയാൻ പറ്റില്ല ബി ഈസ് നോട്ട് മൈ ഏജൻറ്റ് എന്നുള്ളത്. അതായത് അതാ പറയുന്നത്, ഒരു എന്താ പറയുക, വേറെ പേഴ്സൺ ഹാസ് ബൈ ഹിസ് വേർഡ്സ് ഓർ കോണ്ടാക്ട് ലെഡ് അനദർ ടു ബിലീവ് ദാറ്റ് എ പെർട്ടിക്കുലർ ഫാക്റ്റ് ഇസ് ട്രൂ. പിന്നീട് അതെന്താക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ഹി കനോട്ട് ആഫ്റ്റർവേർഡ്സ് ബി പെർമിറ്റഡ് ടു ഡിനൈ ദാറ്റ് ഫാക്റ്റ്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇഫ് എ ബൈ ഹിസ് കോണ്ടാക്ട് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് മേക്ക് അനദർ പേഴ്സൺ ബി ടു ബിലീവ് ദാറ്റ് എ സർട്ടൻ പേഴ്സൺ സി ഇസ് ഹിസ് ഏജൻറ്റ്. അതായത് കുറേ കാലങ്ങളായി എ ഇങ്ങനെ ബീനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സി എൻ്റെ ഏജൻ്റ് ആണെന്ന്. പറയല്ല, അയാളെ ആ ഒരു സ്വഭാവത്തിൽ നിന്നും അയാളുടെ ആ പെരുമാറ്റത്തിൽ നിന്നൊക്കെ ബിക്ക് മനസ്സിലായിട്ടുണ്ട് സി എന്താണെന്നുള്ളത്, ഏജൻ്റ് ആണെന്നുള്ളത്. എ ഇസ് സബ്സിക്വൻ്റ്ലി എസ്റ്റോപ്ഡ് ഫ്രം ഡിനൈയിങ് ദാറ്റ് സി ഈസ് നോട്ട് എൻ ഏജൻറ്റ്. പിന്നെ അയാൾക്ക് പറയാൻ പറ്റില്ല സി എൻ്റെ ഏജൻ്റ് അല്ല എന്നൊന്നും പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ദിസ് ഇസ് കോൾഡ് ഏജൻസി ബൈ എസ്റ്റോപ്പൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾസൊക്കെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് എസ്റ്റോപ്പൽ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വേറെ പേഴ്സൺ ബൈ ഹിസ് വേർഡ്സ് ഓർ കോണ്ടാക്ട് ഹാസ് willfully led another to believe that certain set of circumstances or facts exist and that other person has acted on that belief. മനസ്സിലായല്ലോ. he is stopped or precluded from denying the truth of such statements എന്നാണ് പറയുന്നത്. although such a state of things did not in fact exist. ശരിക്കും ആയിക്കൊള്ളണമെന്നൊന്നുമില്ല, അന്നേരം നമുക്കിങ്ങനെ തോന്നിയതായിരിക്കാം. പക്ഷെ കുറേ കാലം ഒരാളെ തന്നെ ഇങ്ങനെ കൊണ്ടുനടന്ന എല്ലാ കാര്യങ്ങളും അയാളെ ഏൽപ്പിച്ച് ഇങ്ങനെ ഇതാവുന്ന സമയത്ത് അത് കണ്ടു നിൽക്കുന്നവർക്ക് തോന്നും അയാളുടെ ഏജൻ്റാണ് എന്നുള്ളത്. മനസ്സിലായോ? അപ്പം സെക്ഷൻ 237 ഓഫ് കോൺട്രാക്റ്റ് ആക്ടിൽ ഇതാണ് പറയുന്നത്, ഏജൻസി ബൈ എസ്റ്റോപ്പൽ, ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ദ സെയിം ഇഫക്റ്റ്. അതായത് സെക്ഷനിൽ പറയുന്നതാണ്, വെൻ ആൻ ഏജൻറ്റ് ഹാസ് വിത്തൗട്ട് അതോറിറ്റി done acts or incurred obligations to third persons on behalf of his principal, the principal is bound by such act or obligations if he has his words or contact such third person to believe that such act and obligations were within the scope of agent's authority. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് ഏജൻസിയിൽ വരുന്നതാണ് ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്. ഹോൾഡിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുക, ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് എന്താ പറയുക ഏജൻസി ബൈ എസ്റ്റോപ്പൽ. ഏജൻസി ബൈ എസ്റ്റോപ്പൽ മനസ്സിലായില്ല. ശരിക്കും അവിടെ ഏജൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നൊന്നുമില്ല, നമ്മൾ പ്രിൻസിപ്പളിൻ്റെ ആ ഒരു ബിഹേവിയർ അല്ലെ കോണ്ടാക്റ്റ് എന്ന് മനസ്സിലാക്കുക ചെയ്യുന്നത് മറ്റേ ആൾ അയാളുടെ ഏജൻറ്റാണ് എന്നുള്ളത്. ഇങ്ങനെ എന്താ പറയുക പറഞ്ഞ് ഇങ്ങനെ ഒരു അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്, ഒരു ബ്രാഞ്ചാണ് ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. ഇവിടെ എന്താ വരുന്നതെന്ന് വെച്ചാൽ, ഇൻ ദിസ് കേസ് സം എഫമേറ്റീവ് കോണ്ടാക്ട് ബൈ ദ പ്രിൻസിപ്പൽ ഇസ് നെസസറി. അതായത് നിങ്ങളിപ്പോൾ വീട്ടിൽ ഒരു സെർവൻ്റ് ഉണ്ട്, അയാളെ സ്ഥിരമായിട്ടൊരു കടയിലേക്ക് വിടുകയാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, അപ്പോൾ ആഴ്ചയിൽ പോയിട്ട് 5000 റുപ്പീസിൻ്റെയൊക്കെ സാധനം വാങ്ങിക്കൊണ്ടുവരും ഓരോ ആഴ്ച. പെട്ടെന്ന് എന്ത് ചെയ്യാണ്, അതായത് ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആ കടക്കാരൻ അറിയാം ലോങ് കോഴ്സ് ഓഫ് കോണ്ടാക്റ്റിൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എ ആണ് ഈ സെർവൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തെങ്കിൽ എ ഹോൾഡ് ഔട്ട് ബി ആസ് ഇസ് ഏജൻറ്റ്. അങ്ങനെ സബ്സിക്വൻ്റ്ലി ബി യൂസസ് എസ് അതോറിറ്റി ടു പർച്ചേസ് ഗുഡ്സ് ഫോർ ഹിസ് ഓൺ യൂസ്. അതായത് ഇങ്ങനെ എല്ലാ ആഴ്ചയും പോയിട്ട് ഓണറെ വീട്ടിലേക്കാണ് വാങ്ങിക്കൊണ്ടുപോണത്. ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്ത് അറിയോ, കുറച്ച് സാധനങ്ങൾ വാങ്ങി അയാളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പം നമ്മളെ എന്താ പറയുക, സി ഫയൽസ് എ സ്യൂട്ട് അഗെയിൻസ്റ്റ് ടു എ ടു റിക്കവർ ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് വിച്ച് വെയർ ആക്ച്വലി കൺസ്യൂംഡ് ബൈ ബി. അതായത് സെർവൻറ്റ് അയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വാങ്ങിക്കൊണ്ടുപോയത്, എന്നാൽ കൂടി ആർക്കെതിരെയാണ് കേസ് കൊടുക്കുക എന്നാണ് പറയുന്നത്, ശരിക്കുള്ള ഓണർ ആരാണോ മാസ്റ്റർക്കെതിരെയായിട്ടാണ് കേസ് കൊടുക്കുക. കാരണം ഇത്രയും കാലം മാസ്റ്റർ അയാളുടെ ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ കടക്കാരൻ മനസ്സിലാക്കിയത് ആരാണ് ആർക്ക് വേണ്ടിയിട്ട് ആ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്, ഓണർ അല്ലെങ്കിൽ മാസ്റ്റർക്കാണ്. അപ്പോൾ ഈ സെർവൻ്റ് ഒരു സുപ്രഭാതത്തിൽ അയാളെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോയാൽ വരെ
ആരായിരിക്കും റെസ്പോൺസിബിൾ ആവുക എന്നാണ് പറയുന്നത്? മാസ്റ്റർ. ഓക്കെ. So in such a case, A cannot be permitted to say that B had no authority to purchase for credit. അപ്പോൾ A becomes liable on the principle that A having held out B as his agent on previous occasions and becomes bound by subsequent transactions entered into such similar circumstances എന്ന് പറയുന്നത്. അങ്ങനെ ആയിത്തീരുന്ന ആ ഒരു ഏജൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. ഇതും ഒരു തരത്തിലുള്ള ഒരു ഇംപ്ലൈഡ് ഏജൻസിയാണ്. മനസ്സിലായല്ലോ? അതേപോലെ തന്നെയാണ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് ഹോൾഡ് ഔട്ട് ഹിസ് വൈഫ് ആസ് ഹാവിങ് ഹിസ് അതോറിറ്റി ബൈ വേർഡ്സ് ഓർ കോണ്ടാക്ട് ആൻഡ് തേർഡ് പാർട്ടി അഡ്വാൻസസ് മണി ടു വൈഫ് ഓൺ ദ ഫെയ്ത്ത് ഓഫ് സച്ച് കോണ്ടാക്ട്. അതായത് എപ്പോഴും വൈഫിനെയും കൊണ്ട് നടന്നെങ്ങാണ്ട് ഒരുമിച്ചാണ് അവർ എന്താ പറയുക അങ്ങനെ ലോണും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. ഒരു മണി ലെൻഡർ അടുത്ത് നിന്ന് എല്ലാ മാസവും വാങ്ങുന്നത് വിചാരിച്ചോ. ഒരു മാസം ഹസ്ബൻഡ് അറിയാണ്ട് വൈഫ് പോയിങ്ങാണ്ട് ലോണോ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെയും ആർക്കാണ് റെസ്പോൺസിബിലിറ്റി വരുന്നത്? ഹസ്ബൻഡിനേക്ക് റെസ്പോൺസിബിലിറ്റി വരുന്നത്. കാരണം അവിടെ ഹസ്ബൻഡ് ഇങ്ങനെ എന്താ പറയുന്നത്, അവിടെ ഒരു ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ടാണ്. ഹസ്ബൻഡ് എന്താക്കുന്നുണ്ട്? ഹസ്ബൻഡ് ഹോൾഡ് ഔട്ട് ഹിസ് വൈഫ് ആസ് ഹാവിങ് ഹിസ് അതോറിറ്റി. ഓക്കെ. അപ്പം ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് എന്താണെന്ന് മനസ്സിലായി. ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കി വെക്കണേ. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടും ഇവൻ എസ് ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇൻ ദിസ് കേസ് ഓൾസോ, അതായത് ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ടിൽ ദ എംപ്ലോയേഴ്സ് കോൺടാക്ട് ഇൻ ഹോൾഡിംഗ് ഔട്ട് ഇസ് എംപ്ലോയി ടു ബി ഹിസ് ഏജൻറ്റ് സ്റ്റോപ്പ് ഹിം ഫ്രം ഡിനൈയിങ് ദാറ്റ് ഹിസ് അതോറിറ്റി വാസ് നോട്ട് സ്റ്റിൽ ഇൻ എക്സിസ്റ്റൻസ്. ഇപ്പം ഞങ്ങൾ തമ്മിലുള്ള ബന്ധമില്ല എന്ന് പറഞ്ഞങ്ങാണ്ട് പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് ഏജൻസി ബൈ നെസസിറ്റി. നെസസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടം വന്ന് ഞാൻ ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. എയും ബിയും അവർ നെയ്ബേഴ്സാണ്. എ വീട്ടിലില്ലാത്ത സമയത്ത് എൻ്റെ വീടിന് തീ പിടിച്ചു. അപ്പോൾ ബി എന്ത് ചെയ്ത്? കുറേ സെർവൻസിനെയൊക്കെ വെച്ചിട്ട് തീ അണച്ച്, കാരണം ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് ഇടാനും അങ്ങനെ തീ അണയ്ക്കാനൊക്കെ സഹായിച്ചത് ആരാണ്? ബി ആണ്. അവിടെ ഒരു അത്യാവശ്യം വന്നു. ഓക്കെ. അപ്പം ഈ വെച്ച സെർവൻസിനുള്ള എല്ലാം വേജസോ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാനുള്ള ബാധ്യത ആർക്കായിരിക്കും? എക്ക് ആയിരിക്കും. ശരിക്കും എ അല്ല അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷേ എ ഈസ് റെസ്പോൺസിബിൾ ടു പേ വേജസ് ടു ദി സെർവൻസ്. ഓക്കെ. അങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിലും ചിലപ്പം ഏജൻസി ഉണ്ടാവാറുണ്ട്. അതിനാണ് ഏജൻസി ബൈ നെസസിറ്റി എന്ന് പറയാം. അതായത് സംടൈംസ് എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റൻസസ് റിക്വയർ ദാറ്റ് a person who is not really an agent should act as an agent of another. ഇവിടെ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ എൻ്റെ ഏജൻ്റായിട്ട് ആര് നിന്നതാണ്? ബി. അതുകൊണ്ടാണ് ബി സെർവൻസിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ബി ആക്ട് ഓൺ ബിഹാഫ് ഓഫ് എ. So in such a case there might not have been an express or implied authority to do an act, but the law implies such an authority in favor of that person on account of necessity that had arisen. അപ്പോൾ അങ്ങനെയുള്ള കേസിലാണ് ഏജൻസി ബൈ നെസസിറ്റി എന്ന് പറയാം. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോണത് ഏജൻസി ബൈ റാറ്റിഫിക്കേഷനാണ്. റാറ്റിഫിക്കേഷനും നിങ്ങൾ പഠിച്ചതാണ് എന്താണെന്നുള്ളത്. റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സബ്സിക്വൻ്റ് ആക്സെപ്റ്റൻസ് ഓഫ് ആൻ ആക്ട് ഒറിജിനലി ഡൺ വിത്തൗട്ട് ഇൻസ്ട്രക്ഷൻ ഓർ അതോറിറ്റി. ഇപ്പം ഞാൻ ബിക്ക് ഒരു അതോറിറ്റിയും കൊടുത്തിട്ടില്ല, പക്ഷേ അയാൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ വിചാരിക്കും അത് ആക്സെപ്റ്റ് ചെയ്യുക. ശരിയാണ്, അയാൾ എൻ്റെ ഏജൻ്റായി എന്നുള്ള രീതിയിൽ ഞാൻ അയാളെ ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ എന്ന് പറയാം. Thus, where a principal affirms or adopts the unauthorized act of his agent, he is said to have ratified that act, and there comes into existence an agency by ratification. അപ്പോൾ സെക്ഷൻ 196 റാറ്റിഫിക്കേഷൻ്റെ എഫക്റ്റ് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ദാറ്റ് വെർ ആക്ട് ആർ ഡൺ ബൈ വൺ പേഴ്സൺ ഓൺ ബിഹാഫ് ഓഫ് അനദർ ബട്ട് വിത്തൗട്ട് നോളജ് ഓർ അതോറിറ്റി ഹി മേ എലക്ട് ടു റാറ്റിഫൈ ഓർ ടു ഡിസോൺ സച്ച് ആക്ട് എന്നാണ് പറയുന്നത്. ഒന്നുകിൽ റാറ്റിഫൈ ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം,
ശരിക്കും നമ്മൾ അതോറിറ്റി ഒന്നും കൊടുക്കാണ്ടാണ് അയാൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ആക്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം, റാറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഡിസോൺ ചെയ്യാം എന്നാണ് പറയുന്നത്. ഇഫ് ഹി റാറ്റിഫൈസ് ദം ദ സെയിം ഇഫക്റ്റ് വിൽ ഫോളോ ആസ് ഇഫ് ദേ ഹാഡ് ബീൻ പെർഫോംഡ് ബൈ അതോറിറ്റി. ഇനിയിപ്പം ആ ഒരു ഏജൻസി അത് റാറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിന് എന്ത് പറയാം, ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ എന്ന് പറയാം. അതോടുകൂടിയിട്ട് എന്ത് വരുന്നതെന്നാണ് പറയുന്നത്, ശരിക്കും ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ് വരും. അതായത് ആ ഏജൻറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ആക്ടിനും ആര് റെസ്പോൺസിബിൾ ആവുമെന്നാണ് പറയുന്നത്, പ്രിൻസിപ്പൽ ഇസ് റെസ്പോൺസിബിൾ. അതായത് ബൈ റാറ്റിഫൈയിങ് ദ അൺഓതറൈസ്ഡ് ആക്ട് ഓഫ് ദി ഏജൻറ്റ് ദ പ്രിൻസിപ്പൽ ബിക്കംസ് ബൗണ്ട് ബൈ ദി ആക്ട് as if had been originally done by the authority. ഓക്കെ, അപ്പം റാറ്റിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. സബ്സിക്വൻ്റ് ആക്സെപ്റ്റൻസ് ബൈ ദി പ്രിൻസിപ്പൽ ഇൻ റെസ്പെക്റ്റ് ഓഫ് എൻ ആക്ട് ഡൺ ബൈ ദി ഏജൻറ്റ് വിത്തൗട്ട് അതോറിറ്റി. അപ്പോൾ അതൊക്കെ നോക്കി വെച്ചോളാം. ഇഫ് പ്രിൻസിപ്പൽ ആക്സെപ്റ്റ് ഓർ റാറ്റിഫൈ സബ്സിക്വൻ്റ്ലി ദ ആക്ട് ഓഫ് ദി ഏജൻറ്റ് ഹീ ഈസ് സെഡ് ടു ഹാവ് റാറ്റിഫൈഡ് ദാറ്റ് ആക്ട്. And agency arising by ratification by the principle of the act of the agent is known as agency by ratification, and this agency is also known as ex post facto agency. ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, വാട്ട് യു മീൻ ബൈ എക്സ് പോസ്റ്റ് ഫാക്ടോ ഏജൻസി. അപ്പോൾ ഏജൻസി ബൈ റാറ്റിഫിക്കേഷനെയാണ് എന്തെന്ന് പറയുന്നത്, എക്സ് പോസ്റ്റ് ഫാക്ടോ ഏജൻസി എന്ന് പറയാം. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താ റാറ്റിഫിക്കേഷൻ, വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് റാറ്റിഫിക്കേഷൻ എന്നുള്ളത് പഠിക്കാം. ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് ഇട്ട് തരാം. ഓക്കെ.